അങ്ങാടികൾ തോറ്റതിന് ഇപ്പോൾ അമ്മയുടെ നെഞ്ചത്ത്. അതാണ് ഇപ്പോൾ ഡിഫിക്കാരുടെ പരിപാടി. കാരണം തോറ്റ് തുന്നാൻ പാടില്ല. ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് കയറാനും 10 ദിവസം പോലും ആവാത്ത ഭരണപക്ഷത്തെ കഷ്ടപ്പെടുത്താനും ജനങ്ങളെ കഷ്ടപ്പെടുത്താനും അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പിന്നെ CPM നേതാക്കന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പരിപാടി. ഒരു ഭരണമായിട്ട് അധികം നാൾ പോലും ആയില്ല. ഇതെല്ലാം പ്ലാന്റാണ്. അല്ലാതെ എന്തിനാണ്? എല്ലാവർക്കും ആഹ്ലാദിക്കാനും എല്ലാവർക്കും സന്തോഷിക്കാനും എല്ലാവർക്കും സമരം ചെയ്യാനും എല്ലാവർക്കും ജാഥ വിളിക്കേണ്ട അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് ഞങ്ങൾക്ക് മാത്രം മതി. യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ മാത്രമേ ജയിക്കാവൂ, ഞങ്ങൾ മാത്രമേ വിജയിക്കാവൂ, വേറെ ആരും വിജയിക്കാൻ പാടില്ല. ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന CPM നേതൃത്വം. അവരുടെ കഴിവുകൾ കൊണ്ടാണ് സീറ്റെല്ലാം പോയത്. അതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ച്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒരു ഭരണം ഏറ്റെടുത്ത് 2 മാസം പോലും ആയില്ല. അതിനു മുമ്പേ ആവശ്യമില്ലാത്ത, പിന്നെ അവിടെ കോടതി ഇടപെട്ട് വീടുകൾ പൊളിക്കാൻ വന്നത് 10 കൊല്ലം യുവന്മാരുണ്ടായിരുന്നു. 10 കൊല്ലം ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ശ്രീധരനും മറ്റുമൊക്കെ പോലെ നമ്പരും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇത് ബംഗാളിൻ്റെ അവസ്ഥയാവാൻ കാരണമാവും. കാരണം ജനങ്ങളെല്ലാം വെറുത്തിരിക്കുകയാണ്. എല്ലാത്തിനും മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോലും വെറുത്തിരിക്കുന്ന ഈ സമയത്ത് ഇവർ കാണിക്കുന്ന പരിപാടി ഇവർക്ക് ദോഷം ചെയ്യും എന്ന് പറയുന്നതിന് ഒരു സംശയവുമില്ല. ഇവർക്ക് അടി പിടി അക്രമം ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല. നിങ്ങൾ വിതച്ചത് കൊയ്തു, എന്നിട്ടും പഠിക്കുന്നില്ല. ജനമനസ്സിൽ കയറി പറ്റുന്ന പരിപാടിയല്ല, ജനങ്ങളെ വീണ്ടും വെറുപ്പിക്കുന്ന പരിപാടിയാണ്. ഒരാൾ അത് 1-2 സീറ്റിനല്ല, മുച്ചൂടും മുടിച്ചാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്, UDF അധികാരത്തിൽ വന്നത്. ഇപ്പോൾ എന്നിട്ട് ഇത്ര പെട്ടെന്ന് കാണിക്കുന്ന ഈ പരിപാടി പന്ന പരിപാടിയാണ്. കണ്ണൂർ രാഷ്ട്രീയം ആണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. ഇപ്പോഴും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണവും കണ്ണൂർ രാഷ്ട്രീയം തന്നെയാണ്, കണ്ണൂരുള്ളവർ തന്നെയാണ്. എന്താണ് കഷ്ടം, മഹാകഷ്ടമായിപ്പോൾ. വിനാശകാലേ വിപരീത ബുദ്ധി.